ജനസംഖ്യ നിയന്ത്രിച്ചും വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക രംഗത്തും വിപ്ലവം സൃഷ്ടിച്ചും ഇന്ത്യയുടെ അഭിമാനമായി മാറിയ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വരാനിരിക്കുന്ന ഡീലിമിറ്റേഷൻ എന്ന പ്രക്രിയയിലൂടെ തളർത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്രം. നമ്മുടെ ശബ്ദം പാർലമെന്റിൽ ഇല്ലാതാക്കാനും നമ്മുടെ രാഷ്ട്രീയ ശക്തിയെ വെറും നോക്കുകുത്തിയാക്കാനുമുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത്. അങ്ങനെയുള്ള ഈ നീക്കം എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ രാജ്യത്തെ മുൻനിരയിലേക്ക് നയിച്ചതിന് നാം നൽകേണ്ടി വരുന്ന വില നമ്മുടെ അവകാശങ്ങൾ തന്നെയാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ്. വരാനിരിക്കുന്ന 2026 മണ്ഡല പുനർനിർണയ കമ്മീഷനെ കുറിച്ച്, അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ 2026 കുറിച്ചും അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് എത്രത്തോളം ഗുരുതരമായ അനീതിയാണ് കാട്ടുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ രാഷ്ട്രീയ ഘടന പ്രവർത്തിക്കുന്ന രീതി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഓരോ സംസ്ഥാനത്തെയും നിശ്ചിത എണ്ണം പാർലമെന്ററി മണ്ഡലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ പാർലമെന്ററി മണ്ഡലവും ലോക്സഭയിലേക്ക് ഒരു പാർലമെന്റ് അംഗത്തെ തിരഞ്ഞെടുക്കുന്നു, അതായത് MP. ഇവർ പാർലമെന്റിൽ ആ മണ്ഡലത്തിലെ പൗരന്മാരെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ മണ്ഡലങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. എന്നിരുന്നാലും മണ്ഡലങ്ങളുടെ എണ്ണം തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന ജനസംഖ്യ 1971 സെൻസസ് പ്രകാരമുള്ളതാണ്. 1971 മുതൽ ഇന്ത്യൻ ജനസംഖ്യ പരിശോധിച്ചാൽ ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. അവിടെ ജനനിരക്ക് വളരെ കൂടുതലാണ്. അതിനാൽ ജനസംഖ്യയും കുതിച്ചുയരുന്നു. എന്നാൽ കേരളം പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരവും സാമ്പത്തിക അവസരങ്ങളും കാരണം ജനസംഖ്യ വൻതോതിൽ നിയന്ത്രണ വിധേയമാണ്. വടക്കേ ഇന്ത്യയിലുണ്ടായ അത്രയും വർധനവ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ കാരണങ്ങളാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യൻ ജനസംഖ്യ ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇനിയും മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ അവർ നിർദ്ദേശിക്കുന്നത് ഉത്തരേന്ത്യയിൽ ജനസംഖ്യ വർദ്ധിച്ചതിനാൽ അവിടെ സീറ്റുകളുടെ എണ്ണം കൂട്ടുമെന്നാണ്. അതേസമയം ജനസംഖ്യ നിയന്ത്രിച്ചു നിർത്തിയതിനാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവുകയില്ല. ഇതിന്റെ അർത്ഥം കേന്ദ്ര സർക്കാരിന്റെ തലത്തിൽ ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യവും രാഷ്ട്രീയ ശക്തിയും കുറയും എന്നതാണ്. ഇത് കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യയോട് ചെയ്യുന്ന ഗുരുതരമായ അനീതിയാണ്. കാരണം മാനവ വികസന സൂചികകളിലും, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് പാരാമീറ്റേഴ്സിലും, സാമ്പത്തിക സൂചികകളിലും ദക്ഷിണേന്ത്യയാണ് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ഇന്ത്യയുടെ ജനസംഖ്യാ നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നോർത്തില് നിർഭാഗ്യകരമായ കാരണങ്ങളാൽ വളരെ ഉയർന്ന ജനസംഖ്യാ വളർച്ച നിരക്കാണുള്ളത്. അതിന്റെ പേരിൽ ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് നമ്മൾ ദക്ഷിണേന്ത്യക്കാരുടെ രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. മണ്ഡലങ്ങളുടെ എണ്ണം കുറയുന്നത് പാർലമെന്റിലെ ശബ്ദം ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്യുന്നത്. ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് പലപ്പോഴും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ജനസംഖ്യ വിജയകരമായി നിയന്ത്രിച്ച കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വിഹിതത്തിൽ വലിയ കുറവ് വരാൻ ഇത് കാരണമാകും. അതായത് നമ്മൾ ചെയ്ത നല്ല കാര്യത്തിന് സാമ്പത്തികമായും നമ്മൾ ശിക്ഷിക്കപ്പെടുന്നു എന്നർത്ഥം. ഇനിയുള്ളത് കോൺട്രിബ്യൂഷൻ വേഴ്സസ് റെപ്രസെന്റേഷൻ ആണ്. ഇന്ത്യയുടെ ആകെ വരുമാനത്തിന്റെ, അതായത് GDPയുടെ വലിയൊരു പങ്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഈ ഒരു മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ ഭരണം നിയന്ത്രിക്കുന്നതിലോ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള നമ്മുടെ അധികാരം കുറയും. നികുതി നൽകുന്നത് നമ്മൾ, നിയമം നിർമ്മിക്കുന്നത് അവർ എന്ന സാഹചര്യം ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്. ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് ജനസംഖ്യ നിയന്ത്രണത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് 2001 വരെ മണ്ഡല പുനർനിർണയം ആരോപിച്ചത്. പിന്നീട് വാജ്പേയി സർക്കാർ അത് 2026 വരെ നീട്ടി. ഈ ഉറപ്പ് ലംഘിക്കപ്പെടുന്നത് മൂലം നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും എഴുതിത്തള്ളുന്നതിന് വേണ്ടി തന്നെയാണ്. സീറ്റുകളുടെ എണ്ണം വടക്കേ ഇന്ത്യയിൽ വർദ്ധിക്കുന്നതോടെ രാജ്യത്തെ മതം പറഞ്ഞ് ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കും. അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഹിന്ദി സംസാരിക്കുന്ന മേഖലകളുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കും. ഇത് സൗത്ത് ഇന്ത്യയുടെ പ്രാധാന്യം പാർലമെന്റിൽ വല്ലാതെ കുറയാനും കാരണമാകും. ഇന്ത്യ എന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ജനസംഖ്യ മാത്രം മാനദണ്ഡമാക്കിയാൽ വലിയ സംസ്ഥാനങ്ങൾ ചെറിയ സംസ്ഥാനങ്ങളെ രാഷ്ട്രീയപരമായി വിഴുങ്ങുന്ന അവസ്ഥയുണ്ടാകും. പിന്നെ ഇവിടെ സ്ത്രീ സംവരണം കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗം മാത്രമാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ പൊതുനിരത്തിൽ കൂടി വസ്ത്രമില്ലാതെ നടത്തിക്കുകയും ഗ്യാങ് റേപ്പ് ചെയ്യുകയും, റേപ്പ് കേസിലെ സാക്ഷിയായിരുന്ന നിഷ്കളങ്കയായ കുട്ടിയെ തന്നെ ഗ്യാങ് റേപ്പ് ചെയ്ത് കൊല്ലുകയും, പരാതി പറയാൻ എത്തുന്നവരെ കരിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയെ മാറ്റിയെടുത്തിട്ട് സ്ത്രീ സംവരണ ബില്ല് പാസ്സാക്കുന്നതിൽ, അതായത് നാരീശക്തി ബന്ധൻ അധിനിയമം മുന്നോട്ട് കൊണ്ടുവരാൻ എടുക്കുന്ന ശുഷ്കാന്തിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. സ്ത്രീ സംവരണ ബില്ല് പാസ്സാക്കിയെങ്കിലും അത് നടപ്പിലാക്കണമെങ്കിൽ മണ്ഡല പുനർനിർണയം നടക്കണമെന്ന നിബന്ധന വെച്ചിട്ടുണ്ട്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് നൽകേണ്ട നീതിയെ കാലതാമസം വരുത്താനും മണ്ഡല പുനർനിർണയം എന്ന വിവാദ വിഷയത്തിന് ഒരു വൈകാരിക പരിരക്ഷ നൽകാനും ഒക്കെയാണ് കേന്ദ്രം ഉപയോഗിക്കുന്നത്. സ്ത്രീക്ക് സെക്യൂറായി റോഡിൽ ഇറങ്ങി നടക്കാൻ പോലും സാധിക്കുന്നില്ല. അവിടെയാണ് സ്ത്രീ സംവരണം എന്നുള്ള മുരട്ട ന്യായം പറഞ്ഞിട്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഇവർ മുന്നേറുന്നത്. സ്ത്രീ സംവരണത്തെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് മണ്ഡല പുനർനിർണയത്തിലെ അശാസ്ത്രീയതകളെ ചോദ്യം ചെയ്യുന്നവരുടെ വായടപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. സ്ത്രീനീതിയും സംസ്ഥാനങ്ങളുടെ നീതിയും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായി തന്നെ കാണേണ്ടതാണ്. സ്ത്രീ സംവരണം വഴി താഴെത്തട്ടിൽ പ്രാതിനിധ്യം കൂടുമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ബോധം തീരെയില്ലാത്ത സെലിബ്രിറ്റികൾ മാത്രമാണ് ഇവരുടെ സ്ത്രീ സംവരണം വഴി തെരഞ്ഞെടുക്കപ്പെടുന്നത്. മണ്ഡല പുനർനിർണയം വഴി ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൊത്തത്തിലുള്ള രാഷ്ട്രീയ ശബ്ദം പാർലമെന്റിൽ ദുർബലമാക്കുക മാത്രമാണ് ഇതിലൂടെ അവർ ചെയ്യുന്നത്. നമ്മൾ കേന്ദ്രത്തിലും കേരളത്തിലുമൊക്കെ അത് നല്ല രീതിയിൽ കാണുന്നുമുണ്ട്. മോളിരിക്കുന്ന ദൈവങ്ങളെയും യജമാന്മാരെയും ഒക്കെ പ്രീതിപ്പെടുത്താനും ചെയ് വിളിക്കാനും എന്നതിനപ്പുറം ഒരു സ്ത്രീ സംവരണവും ഇവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ സൗത്ത് ഇന്ത്യക്കാർക്കും വിലപ്പെട്ടതൊക്കെ തന്നെയാണ്. അത് അനിവാര്യവുമാണ്. സ്ത്രീയെ ഉദ്ധരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ എന്തിനാണ് മണ്ഡല പുനർനിർണയം വരെ കാത്തിരിക്കുന്നത്? ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളിൽ അത് നടപ്പിലാക്കാൻ എന്താണ് തടസ്സം? ഭരണഘടന നൽകുന്ന ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാകും? ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റുന്ന കാഴ്ച നാം കണ്ടതാണ്. ഇതിന് നീതിപീഠങ്ങൾ പോലും
മൂകസാക്ഷികളാകുമ്പോൾ നാളെ മണ്ഡല നിർണ്ണയത്തിന്റെ പേരിൽ ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ അവകാശങ്ങൾ കവർന്നെടുക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമല്ല. ഫെഡറലിസം എന്നാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനമാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്തതും ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതും സംസ്ഥാനങ്ങളെ സ്വയം ഭരണാധികാരത്തിന് പേരുള്ള കടന്നുകയറ്റമാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. സാധാരണയായി ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തി മാറ്റാനോ വിഭജിക്കാനോ ആ സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായം തേടണം. എന്നാൽ കാശ്മീരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് നിയമസഭയ്ക്ക് പകരം ഗവർണറുടെ അനുമതി വാങ്ങി ഈ മാറ്റം നടപ്പിലാക്കിയത് ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് ചേരുന്ന കാര്യമേ അല്ല. ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യതയുള്ള നീതിപീഠങ്ങൾ പലപ്പോഴും ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന കാര്യവും നമ്മൾക്ക് വിസ്മരിക്കാനാവാത്തതാണ്. ഒരു സംസ്ഥാന നിയമസഭ രൂപീകരിക്കുക എന്നാൽ ആ സംസ്ഥാനത്തെ ജനങ്ങൾ നൽകുന്ന വിഹിതം സംബന്ധിച്ച് സംസ്ഥാനത്തിന് മുഴുവൻ ബാധകമാകുന്ന നിയമനിർമ്മാണം നടത്തുന്നതിന് ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവുക എന്നതാണ്. എന്നാൽ രാജ്യത്തെ വ്യത്യസ്ത വിഭാഗം ജനങ്ങളും വ്യത്യസ്ത ആളോഹരി വരുമാനവുമുള്ള വിവിധ സംസ്ഥാനങ്ങൾ ചേർന്ന ഫെഡറൽ രാഷ്ട്രത്തിലെ നിയമനിർമ്മാണം എന്തെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരുടെ എണ്ണം കൂടുതൽ ഉണ്ട് എന്നതിനെ മാത്രം അടിസ്ഥാനമാക്കി പാർലമെന്റിൽ പ്രാതിനിധ്യം നൽകുന്ന രീതി നടപ്പിലാക്കി കൂടുതൽ സീറ്റുകൾ അനുവദിച്ചാൽ സ്റ്റേറ്റുകൾ കേന്ദ്ര ഖജനാവിലേക്ക് നൽകുന്ന വരുമാനത്തിന്റെ ന്യായയുക്ത വിതരണത്തിനോ നിയമനിർമ്മാണത്തിലെ ഇക്വാലിറ്റി തത്വത്തിനോ വൻ തിരിച്ചടി സൃഷ്ടിക്കാൻ അത് കാരണമാകുന്നതാണ്.